നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആം ബാലൻസിങ് യോഗ പോസ്റ്ററാണ്. ഇതൊരു ചാലഞ്ചിങ് പോസ്റ്ററാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്റ്റ്, ആം, കോർ ഈ ഭാഗങ്ങളെല്ലാം സ്ട്രെങ്തൻ ആവുന്നു. കോർ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ സൈഡ് കോറിനെയാണ് ഒബ്ലിക് മസിൽസ്, അതിലാണ് സ്ട്രെങ്തൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് ഫാറ്റ് കുറയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് എസ്പെഷ്യലി വുമൺസ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. കാരണം അബ്ഡോമിനൽ പ്രഷർ വരുന്നതുകൊണ്ട് ഈ പോസ് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ റിസ്റ്റ് ഇഞ്ചറി ഉള്ളവർ ഈ പോസ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം മാറ്റിലിരുന്നു കൊണ്ട് നമുക്ക് വസിഷ്ഠാസനത്തിലേക്ക് വരുന്നതിനായിട്ട് ആദ്യം കൈകൾ ഫ്ലോറിൽ വെക്കുന്നു, കാലുകൾ സ്ട്രെയിറ്റ് ചെയ്യുക. ആദ്യം നമ്മുടെ നീ ബെൻഡ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡ് ഫ്ലോറിൽ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിപ്പ് ഉയർത്താം. കാലുകൾ സ്ട്രെയിറ്റ് ചെയ്യുക. ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ച് ചാലഞ്ചിങ് പോസ്റ്ററാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാലുകളും സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഹിപ്പ് താഴേക്ക് ഇങ്ങനെ സാഗ് ചെയ്ത് പോകരുത്. ഹിപ്പ് മാക്സിമം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്താം. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹെഡ്, ഹിപ്പ്, ഹീൽസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഈ പോസ് ചാലഞ്ചിങ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു ഷിവറിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നോർമലാണ്. നമ്മുടെ റിസ്റ്റ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ, ആം സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമുക്കിത് ചാലഞ്ചിങ് പോസ്റ്ററാണ്. അപ്പോൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുന്നു. ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നു. നോർമലായി ബ്രീത്ത് ചെയ്യുക. എക്സെയിൽ ചെയ്തുകൊണ്ട് കൈ താഴേക്ക് വരുന്നു. എഗെയിൻ എക്സെയിൽ ചെയ്തുകൊണ്ട് ഹിപ്പ് താഴേക്ക് വരുന്നു. ഇതൊരു ചാലഞ്ചിങ് പോസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ബിഗിനർ ലെവലിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൈറ്റ് നീ ബെൻഡ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് സ്ട്രെയിറ്റ്. കൈയെ ഷോൾഡറിന് താഴെ ഇരിക്കണം. നമ്മുടെ പാംസ് വരേണ്ടത് ഷോൾഡറിന് താഴെ. എഗെയിൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹിപ്പ് ഉയർത്തുന്നു. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു സപ്പോർട്ട് മുകളിലിരിക്കുന്ന കാല് ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാം. കൈ ബാലൻസിങ്, നമുക്ക് ബോഡിക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം കൈ മുകളിലേക്ക് ഉയർത്താം. അല്ലെങ്കിൽ കൈ താഴെ വെച്ചുകൊണ്ട് ബിഗിനർ ലെവലിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ ലെവലിൽ നോർമൽ ബ്രീത്ത് എടുത്തുകൊണ്ട് നിൽക്കാം. ഇതും നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയി തോന്നുന്നുണ്ടെങ്കിൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ എൽബോ താഴെ ബെൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് മുഴുവനായിട്ടും താഴെ പതിച്ചു വെക്കുക. ഷോൾഡറും എൽബോയും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. എഗെയിൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാല് ബെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കാം. ഈ പൊസിഷനിൽ നിന്ന് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇതിൽ കറക്റ്റായി ഇതിൽ നമുക്ക് ആം സ്ട്രെങ്ത് കിട്ടിയതിന് ശേഷം എൽബോ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് വരാം. ഇവിടെയും നമ്മൾ കംഫർട്ടബിൾ ആയി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് കാലും സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വസിഷ്ഠാസന ഫൈനൽ പോസ്റ്റർ ഇതിലേക്ക് വരാവുന്നതാണ്. ആൻഡ് സ്ലോലി എക്സേൽ, ഹിപ്പ് ഡൗൺ, റിലാക്സ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സൈഡ് ഫാറ്റ്, സൈഡ് ബെല്ലി, സൈഡ് ഒബ്ലിക് മസിൽസിൽ ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ഫാറ്റ് കുറഞ്ഞ് നമുക്ക് നല്ല ഷേപ്പായിട്ടുള്ളൊരു ബോഡി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. റിസ്റ്റ് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള യോഗ ടിപ്സും ആസനാസുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.